അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMS-ൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാൽ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. ഒരിക്കല് ഒരു പാൽക്കാരൻ അയാൾ എന്നും പാല് വിൽക്കുമ്പോൾ പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുകയുള്ളൂ. ഒരിക്കൽ പാലിൽ വെള്ളം ചേർക്കുന്ന അവസരത്തിൽ ഒരു ദൈവദൂതൻ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, നീ എന്തായി ചെയ്യുന്നത്? പാലിൽ വെള്ളം ചേർക്കുക എന്തിനാ? കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയാ. കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, ഇതാ ഒരു പാത്രം പാല്, നീ ഇത് വിറ്റ് ഇതിൻ്റെ പണം എടുത്തു. അവന് സന്തോഷമായി. അവനത് വാങ്ങി കുറച്ച് സമയം ചിന്തിച്ചങ്ങനെ നിൽക്കുക. ഉടനെ ദേവദൂതൻ ചോദിച്ചു, എന്താ പ്രശ്നം? പാല് തികഞ്ഞില്ല, ഒരു പാത്രം പാലും കൊണ്ട് വേണോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, വേണ്ട, അത്രയും അത്യാഗ്രഹമൊന്നും എനിക്കില്ല, എനിക്ക് ഒരു പാത്രം വെള്ളം കൂടി തന്നാൽ മതി. നോക്കി, കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിൽ മനുഷ്യന് തുല്യമായിട്ടുള്ള ആ മൂല്യമാണ് കൊടുക്കേണ്ടത്. പാലിൻ്റെ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വിലയ്ക്ക് തുല്യ സാധനം ലഭിക്കണം. അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ തന്നെ അല്പമൊക്കെ അനീതിയൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സ്വഭാവക്കേട് അവനിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. അതുപോലെ നിയമാനുസൃത നീതി, നിയമം കൊണ്ട് ഒരു സമൂഹത്തിലെ അംഗങ്ങളെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലെ അംഗങ്ങളെ ചില കാര്യങ്ങൾ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണ്. നികുതി കൊടുക്കുന്നത്, നികുതിയിൽ തട്ടിപ്പ് കാണിക്കുന്നത്, അത് അനീതിയാണ്. യേശുവിൻ്റെ അടുക്കൽ ഈ നീതി പ്രശ്നം വന്നല്ലോ, ഈ നികുതി പ്രശ്നം വന്നപ്പോൾ യേശു പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. അതെ, സീസറിനുള്ളത് സീസറിന് കൊടുക്കണം. അതിൽ നാം തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ വിതരണ നീതി വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും സാമൂഹ്യ നന്മകൾ ന്യായമായി വിതരണം ചെയ്യുന്നതാണ്. എല്ലാവർക്കും തുല്യമായ രീതിയിൽ ന്യായമായ രീതിയിൽ വിതരണം ചെയ്യുന്നതാണ് വിതരണ നീതി എന്ന് പറഞ്ഞാൽ അവസര സമത്വം, ആനുകൂല്യങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലുമുള്ള ന്യായമായ പങ്ക്, ഇതൊക്കെ ഈ വിതരണ നീതിയിൽ വരും. എൻ്റെ ആൻറ്റിയുടെ പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഈ പെരുന്നാളിനെ കുറിച്ചുള്ള ഒരു അവലോകന യോഗം കൂടി. എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ?
അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയിരുന്നു എന്നെല്ലാം ഒന്ന് വിലയിരുത്താനുള്ള ഒരു യോഗമായിരുന്നു. അപ്പോൾ കൂടിയിരുന്ന കമ്മിറ്റിക്കാരോടും ഒക്കെ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും തലകുലുക്കി. പലർക്കും പല അഭിപ്രായങ്ങളും പറയണം ഉണ്ടായിരുന്നു. ആരും അങ്ങോട്ട് മുമ്പോട്ട് വരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ആൻറ്റി പറഞ്ഞു, എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് എഴുന്നേറ്റ് നിന്ന് ഞാൻ പറഞ്ഞു, ഈ പെരുന്നാൾ നടത്തിയത് ഒരു വീട്ടിലെ കാർന്നോര് തൻ്റെ കുടുംബഭാരമെല്ലാം മക്കളെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബനാഥനെ പോലെ അങ്ങനെയായിരുന്നു വികാരിച്ചൻ ചെയ്തത്. ഏറ്റവും മുമ്പിൽ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി മേൽനോട്ടം വഹിച്ച് മാത്രം പോയ വികാരിച്ചൻ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കമ്മിറ്റിക്കാരും അതിനോട് ബന്ധപ്പെട്ടവരെല്ലാവരും ചേർന്ന് ചെയ്തു. ഈ ആശയം അവരെല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. അവിടെ അത്രയും കൈയടി ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയാമോ? ഈ പെരുന്നാളിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരു പങ്ക്. വികാരിച്ചൻ എല്ലാം ചെയ്ത മനുഷ്യനല്ല, എല്ലാവരെ കൊണ്ടും കാര്യങ്ങളെ ചെയ്യിപ്പിച്ച മനുഷ്യനായിരുന്നു. എല്ലാവർക്കും ഒരു പങ്കുണ്ടായിരുന്നു ഉത്തരവാദിത്വത്തിൽ. എല്ലാവർക്കും സന്തോഷമായി. അതിനകത്തൊരു വേദനയുടെ സ്വരങ്ങളെ കാണും. വേണ്ട സമയത്ത് വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്കാതിരിക്കുന്ന ഒരു കുടുംബനാഥൻ്റെ വേദനയുടെ സ്വരം കൂടെ കാണുമായിരിക്കും. അത് കുടുംബങ്ങളിൽ അനുഭവിക്കുന്നതല്ലേ. മക്കളെ വേണ്ട സമയത്ത് കാര്യങ്ങൾ ഏൽപ്പിക്കാതെ ഇരിക്കുന്ന അവസ്ഥ, ഉത്തരവാദിത്വങ്ങൾ കുടുംബസ്വത്തൊക്കെ ഭാഗിച്ച് നൽകുന്നത്, അത് വേണ്ട സമയത്ത് ചെയ്യുക. അങ്ങനെ ഉത്തരവാദിത്വങ്ങൾ പകുത്തു നൽകുന്ന, അതും വിതരണ നീതി. അതുപോലെ തന്നെ പ്രതിഫലദായക നീതി. ഈ നീതി വ്യക്തികൾ നന്മ ചെയ്താൽ സമ്മാനിക്കുക, തിന്മ ചെയ്താൽ ശിക്ഷിക്കുക. നാട്ടു നടപ്പ് നാം കാണുന്നതാണല്ലോ. കുടുംബങ്ങളിലും ഇത് ചെയ്യാൻ മറക്കരുത്. കുടുംബം എന്ന് പറയുന്നത് ഒരു ചെറിയ സമൂഹത്തിൻ്റെ പതിപ്പാണല്ലോ. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ പതിപ്പാണ് കുടുംബം. അതിൻ്റെ വലിയ ഒരു പതിപ്പാണ് നമ്മുടെ വലിയ കുടുംബം. പല കുടുംബങ്ങൾ ചേർന്നുള്ള സമൂഹം അതിൻ്റെ അടുത്ത വലിയ പതിപ്പാണ്. ചെറിയ കുടുംബത്തിലും ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അവിടെ എല്ലാവർക്കും മനുഷ്യോചിതമായി ജീവിക്കുവാനും വളരാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് സാമൂഹിക നീതി. ഈശോ അങ്ങനെയുള്ളവരിലേക്കാണ് ഈശോയുടെ ശ്രദ്ധ തിരിയുന്നത്. അടിച്ചമർത്തപ്പെട്ടവർ, സ്വാതന്ത്ര്യം അനുഭവിക്കാത്തവർ, ബന്ധിതർ, ദുഃഖിതർ, അങ്ങനെ വിമോചിപ്പിച്ച് കർത്താവിന് സ്വീകാര്യമായ ഒരു വത്സരമാണ് യേശു പ്രസംഗിക്കുന്നത്. ഇതുപോലെ അർഹതപ്പെട്ടവരിലേക്ക്, പോരായ്മയുള്ളവരിലേക്ക്, ബലഹീനരിലേക്ക് ഒന്ന് കണ്ണു തിരിയാനായിട്ട് നാം ശ്രമിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള നീതിയുടെ വശങ്ങൾ നാം കാണാതെ പോകരുത്. ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. നീതി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് അഭ്യസിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തിളക്കമാർന്ന ചില ഉദാഹരണങ്ങളുണ്ട്. അതിലൂടെ ഒന്ന് കടന്നുപോയി നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ഘട്ടങ്ങളിലും പ്രവേശിക്കാം. ഒന്ന്, നീതിമാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ കടന്നു വരുന്നത് യോസേപ്പിതാവ്, നീതിമാനായ യോസേപ്പിതാവ്. യോസേപ്പിതാവിൻ്റെ ഈ വേദന, ഈ ദുഃഖം കുടുംബത്തിൽ എല്ലാ കുടുംബനാഥന്മാരും കുടുംബനാഥകളും അനുഭവിക്കുന്നതാണ്. ഒരു സാധു മനുഷ്യനായ യോസേപ്പിതാവ് പക്ഷെ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ എത്തി നിൽക്കുകയാണ്. എന്താ ചെയ്യുക?
ഉപേക്ഷിക്കാൻ വയ്യ, അപമാനിതയാക്കാൻ വയ്യ. അതാണ് യോസേപ്പിതാവിൻ്റെ വലിപ്പം. പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ദുഃഖമുണ്ടായപ്പോൾ, ക്ലേശമുണ്ടായപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് യോസേപ്പിതാവിന് സാധിച്ചു. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ക്ലേശമുണ്ടായപ്പോൾ പ്രാർത്ഥനയിലാണ് ആശ്രയിക്കുന്നത്. പ്രാർത്ഥനയിലാണ് ജീവിത പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുക. ആ പ്രാർത്ഥന ദൈവത്തിലേക്ക് ഉയർന്നപ്പോഴാണ് ദൈവം ഗബ്രിയേൽ ദൈവദൂതനെ അയക്കുന്നത്. സ്വപ്നങ്ങളിൽ ആ യാഥാർത്ഥ്യങ്ങൾ കണ്ടുമുട്ടുകയാണ്. യഥാർത്ഥ അവസ്ഥ ഇവിടെ സ്വപ്നം എന്ന് പറയുന്നത് യേശുപിതാവിൻ്റെ പ്രാർത്ഥന തന്നെയായിരുന്നു കേട്ടോ. പ്രാർത്ഥന തന്നെയായിരുന്നു. രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹം അത് രഹസ്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക. ബാക്കി ഒരു മനുഷ്യനെയും അതിൽ ഉൾപ്പെടുത്തുന്നില്ല. ആരോടും യോസേപ്പിതാവ് സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നത് മുഴുവൻ ദൈവത്തോട് മാത്രമാണ്. ദൈവത്തോടാണ് യോസേപ്പിതാവ് സംസാരിക്കുന്നത്. ദൈവത്തോടാണ് അപേക്ഷിക്കുന്നത്. അങ്ങനെ അപേക്ഷിക്കുന്ന യോസേപ്പിതാവിനെ ദൈവം ഉപേക്ഷിക്കുന്നുമില്ല. അപേക്ഷ ശ്രവിക്കുകയാണ്, അതിന് ഉത്തരം കൊടുക്കുകയാണ്. രഹസ്യത്തിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അതിനൊരു പരസ്യത്തിൻ്റെ ചുവ കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അരങ്ങേറിയാൽ ഉടനെ ചെയ്യാമെന്ന് എന്തായിരുന്നെന്ന് അറിയാമോ? യഹൂദരുടെ പശ്ചാത്തലം അനുസരിച്ച് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ല. അതാണ് പരസ്യപ്പെടുത്തി ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ല. പിന്നെ പരസ്യത്തിൻ്റെ ഒരു ചുവ കൊടുക്കാം. പക്ഷേ രഹസ്യമായിട്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുകയും പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ ആഴമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന നീതിമാനായ യോസേപ്പിതാവ്. നീതിമാൻ, ദൈവത്തിനുള്ള ഒരു വിശേഷണമാണ് നീതിമാൻ എന്ന് പറയുന്നത്. മറ്റാർക്കുമുള്ള ഒരു വിശേഷണമല്ല, ദൈവത്തിൻ്റെ വിശേഷണമാണ് നീതിമാൻ. അതുകൊണ്ടാണ് പീലാത്തോസ് പറയുന്നത്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. യേശുവാണ് നീതിമാൻ, ദൈവമാണ് നീതിമാൻ. ആ ഒരു സവിശേഷണമാണ്, ആ ഒരു വിശേഷണമാണ് യോസേപ്പിതാവിന് സുവിശേഷം നൽകുക. നീതിമാൻ, അതിനപ്പുറം ഒരു വിശേഷണമില്ല. അവിടെ യോസേപ്പിതാവിൻ്റെ ആ പ്രാർത്ഥനയിൽ ആണല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നത്. ആ പ്രാർത്ഥനയിലെടുത്ത ആ തീരുമാനങ്ങൾക്ക് കാരിരുമ്പിൻ്റെ ഉറപ്പുണ്ടായിരുന്നു. അത്ര ഉറച്ച നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെ. മറ്റുള്ളവരുടെ കയ്യടി നേടിയെടുക്കാനോ അതിനുവേണ്ടിയോ ഒന്നും ശ്രമിക്കുന്ന വ്യക്തിയായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവവികാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരെയാണ് നാം ആശ്രയിക്കുന്നത്, മറ്റുള്ളവരോടാണ് നാം കാര്യങ്ങൾ സംസാരിക്കുന്നത്. ദൈവത്തോട് ഈ പ്രശ്നം അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. അവിടെ നാം എടുക്കുന്ന തീരുമാനം മറ്റുള്ളവരുടെ മുമ്പിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും എടുക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് ഗ്രഹിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപാകത ഉണ്ടാവാം. പക്ഷേ ഇവിടെ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ അചഞ്ചലനാകുന്ന യോസേപ്പിതാവ് തിരമാലകൾ ആഞ്ഞടിക്കുമ്പോഴും പാറയുടെ മുകളിൽ വളരെ ശാന്തമായിരിക്കുന്ന ഒരു പക്ഷിയുടെ ശാന്തത, അതായിരുന്നു യോസേപ്പിതാവ്. പ്രശ്നങ്ങളെല്ലാം വരിഞ്ഞു മുറുകെ എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ ഒളിച്ചോടി പോണോ, ഉപേക്ഷിക്കണോ, ആരും അറിയാതെ ഉപേക്ഷിക്കണോ? അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വരുന്നത്. പക്ഷേ അങ്ങനെ കത്തി നിൽക്കുമ്പോഴും
ഉള്ള് ശാന്തമാണ്, ദൈവത്തോട് ആലോചന നടത്തുക. അങ്ങനെ നിർഭയത്വമുള്ള ഇളകാത്ത മനുഷ്യൻ, ആ നീതിമാൻ എന്നുള്ള സങ്കീർത്തനം 15 നമ്മൾ വായിച്ചില്ലേ, ഇങ്ങനെയുള്ള മനുഷ്യൻ ഒരിക്കലും ഇളകുകയില്ല. നീതിമാൻ, ഇവിടെ നീതിമാനായ യോസേഫ് പിതാവ് ഇളകുന്നില്ല. സത്യത്തിൽ വ്യക്തമായ തീരുമാനമുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്, ഇനി അതിന് മാറ്റമില്ല. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ അപമാനിക്കുകയില്ല, ഒരിക്കലും പേര് മോശമാവുകയില്ല. ഇത് യേശുവിൻ്റെ ജീവിതത്തിലുമുണ്ടല്ലോ. യേശുവും പേര് മോശമാക്കുന്നില്ല. നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്നേ പറയുന്നുള്ളൂ. യുവദാസാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നൊന്നുമല്ല, പേരും പറയുന്നില്ല. അപമാനിക്കുക, അങ്ങനെ പേര് മോശമാക്കാതിരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. അറിഞ്ഞോ അറിയാതെയൊക്കെ മറ്റുള്ളവരുടെ പേര് നമ്മൾ മോശമാക്കിയിട്ടുണ്ടാവാം. പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ദാമ്പത്യ വിശ്വസ്തതയാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കുടുംബത്തിലെ ഒരു വെല്ലുവിളി ഇത് തന്നെയാണ്, ദാമ്പത്യ വിശ്വസ്തത. ഇങ്ങനെയുള്ള വേദനകൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ നീതിമാനായ ഒരു മനുഷ്യനാണ് അനുഭവിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവൻ്റെ തലവരെയാണ്, അവൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ്. ഇനി നീതിയില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ അത് ഒരു തലവരയായിട്ടൊന്നും മാറുന്നില്ല. അത് അനീതി ചെയ്യാനുള്ള ഓരോ അവസരങ്ങളൊക്കെ അവൻ തന്നെ സ്വീകരിക്കും. തെറ്റ് ചെയ്യാനായിട്ട് അവൻ തന്നെ വഴങ്ങിക്കൊടുക്കും. ഇങ്ങനെയെല്ലാം ദൃശ്യങ്ങൾ നമ്മുടെ അടുക്കലെത്തുമ്പോഴും നാം കാണിക്കുന്ന തെരഞ്ഞെടുപ്പ്, നാം കാണിക്കുന്ന വിശ്വസ്തത, അതാണ് ഇവിടെ ഉയർത്തുന്ന പ്രശ്നം. അവിശ്വസ്തത കാണിക്കാൻ ഒരുപാട് വഴികളുണ്ടെന്ന്. ഭാര്യാഭർത്തൃ ബന്ധം അത് മറ്റൊന്നിനോടും നമുക്ക് ഉപമിക്കാൻ സാധിക്കില്ല. പൗലോസ്ലീഹ ആ ബന്ധം ഉപമിക്കുന്നത് സഭയോടും യേശുവിനോടുമുള്ള അവർ തമ്മിലുള്ള ബന്ധത്തിനോടാണ്. അത്ര പവിത്രമാണ് കുടുംബ ബന്ധം. അതിൽ കരിനിഴൽ വീഴ്ത്തരുത്. സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്ന ഇടമാണ് കുടുംബജീവിതം. സഭ, യേശു, അവിടെയും സ്നേഹത്തിൻ്റെ പൊട്ടിവിരിയലാണ്, അതിൻ്റെ ആഴത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു വിശ്വസ്തത, എൻ്റെ ഭർത്താവിനോട് എനിക്കുള്ള വിശ്വസ്തത, എൻ്റെ ഭാര്യയോട് എനിക്കുള്ള വിശ്വസ്തത, അത് ഒരിക്കലും അതിന് കളങ്കം ഏൽക്കാൻ പാടില്ല. ഏതൊരു സാഹചര്യങ്ങളിൽ അവസരങ്ങൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ കണ്ണടക്കം, അല്ലെങ്കിൽ ഒരു വിവേകത്തിൻ്റെ ഒരു അംശം, പ്രാർത്ഥനയുടെ ഒരു അംശം, ഇതൊക്കെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതത്തിന് ശക്തി ലഭിക്കുകയുള്ളൂ. കുടുംബ ബന്ധങ്ങളിൽ നിഴൽ വീഴ്ത്തുന്ന, എല്ലാ കാര്യങ്ങളിലും താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ട വ്യക്തികൾ പരസ്പരം എതിരാവുമ്പോൾ എന്ത് സംഭവിക്കും? ഏറ്റവും വലിയ ദുരന്തമാവും. വിശ്വസ്തത അതുമാത്രമല്ല, ചെറിയ പ്രശ്നങ്ങൾ പോലും ഉടലെടുക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അനുഭവം, അതില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? തോബിത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, തോബിത്ത് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു.
അദ്ദേഹം അന്ധനായിത്തീരുന്നു. ശവശരീരങ്ങളെ മറവ് ചെയ്ത് അങ്ങനെയുള്ള സൽകൃത്യങ്ങൾ ചെയ്തിരുന്ന മനുഷ്യനാണ് ആ തോബിത്ത് അന്ധനായിത്തീരുന്നു. എങ്കിലും ആ മനുഷ്യൻ ദുഃഖിച്ചില്ല, ആ മനുഷ്യൻ വേദനിച്ചില്ല. അങ്ങനെ അന്ധനായിരിക്കുന്ന തോബിത്ത് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന തോബിത്തിൻ്റെ ഭാര്യ അന്ന സാധനങ്ങളുണ്ടാക്കി വീടുകളിൽ കൊണ്ടുപോയി വയ്ക്കുക. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ഉപജീവന മാർഗം തേടുന്നു. ഒരു ദിവസം ഒരാട്ടിൻകുട്ടിയെ കിട്ടി. വേതനത്തിൻ്റെ കൂടെ ആട്ടിൻകുട്ടിയെയും കൂടി കിട്ടി. ഈ ആട്ടിൻകുട്ടിയെ വീട്ടിൽ കൊണ്ടുവരുന്നു. രാത്രിയിൽ ഈ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ തോബിത്ത് കേൾക്കുകയാണ്. ഉടനെ തോബിത്ത് ചോദിച്ചു, ഇതെവിടെ നിന്നായി ആട്ടിൻകുട്ടി? നീ കട്ടെടുത്തതാണോ? ഈ ആട്ടിൻകുട്ടിയെ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുക. അന്ന പറഞ്ഞു, ഞാൻ കട്ടെടുത്തതല്ല, എനിക്ക് കൂലിക്ക് പുറമേ കിട്ടിയതാ. തോബിത്ത് സമ്മതിക്കുന്നില്ല. നീ ഇത് തിരിച്ചു കൊടുക്കണം, ഇത് കട്ടെടുത്തതാ. ഒന്ന് ഓർത്ത് നോക്കി, സത്യത്തിൽ കട്ടെടുത്തതല്ല, കൂലിക്ക് പുറമേ കിട്ടിയതാ. ഈ ഒരു നിസ്സാരമായ ഒരു പ്രശ്നമാണ്, പക്ഷേ എത്രമാത്രം വ്രണിതമാവുകയാണ് അന്നയുടെ ഹൃദയം. അത് കട്ടെടുത്തതാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്ന തോബിത്ത് തിരികെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് വാശി പിടിക്കുക. ഉടനെ ആ വ്രണിതമായ ഹൃദയത്തോടു കൂടി അന്ന പറയുക, എല്ലാം തികഞ്ഞവനാണെന്നാണല്ലോ ഭാവം. നീ ചെയ്തിരുന്ന നന്മപ്രവൃത്തികൾ എവിടെ? അതിൻ്റെ ഫലം എവിടെ? എന്നെല്ലാം ചോദിച്ച് തോബിത്തിനെ വേദനിപ്പിക്കുക. എല്ലാം അറിയാമെന്നല്ലേ ഭാവം. അതിനുശേഷം തോബിത്ത് ഇതെല്ലാം കേട്ട് തോബിത്തിൻ്റെ വാക്കുകൾ എന്താണെന്ന് അറിയാമോ? ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു. അന്ധനായപ്പോഴും തോബിത്ത് കരഞ്ഞില്ല, പക്ഷേ ഇവിടെ ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയവ്യഥയോടെ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുന്ന് നീതിമാനാണ്. അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. എന്നെ ഓർക്കുകയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ. പ്രാർത്ഥിക്കുന്ന തോബിത്തിന് മനസ്സിലാവുകയാണ്, ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും നീ എന്നെ ശിക്ഷിക്കരുതേ. എൻ്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക. ഞാൻ മരിച്ച് മണ്ണായി തീർന്നുകൊള്ളട്ടെ. ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. മിഥ്യാപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കുന്നു. എൻ്റെ ഹൃദയവ്യഥ ദുസ്സഹമാണ്. ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങനിൽ നിന്ന് മുഖം തിരിക്കരുതേ. തോബിത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അന്ന മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോഴാണ് തോബിത്ത് ഇതുപോലെ വേദനിക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യും? ആരുടെയാ പ്രശ്നം? തോബിത്ത് അന്ധൻ. അയാൾക്ക് അഭൂതപൂർവമായ അതിശയിപ്പിക്കുന്ന നീതിബോധമുള്ള മനുഷ്യൻ. തിരിച്ചു കൊടുക്കാൻ പറയുക, ഈ ആടിനെ തിരിച്ചു കൊടുക്കുക. അന്ന നിഷ്കളങ്കയായ സ്ത്രീ, കട്ടെടുത്തതല്ല, വ്രണിതമാകുന്നു. അല്പം ക്ഷമ കാണിക്കാൻ ആരെങ്കിലും ഒരു കൂട്ടർ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ അല്പം സാവകാശം കൊടുത്തിരുന്നെങ്കിൽ കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോയേനെ. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന അനുഭവം ഉണ്ടായേനെ. പ്രശ്നങ്ങളെ ഒരുമിച്ച് നിന്ന് നേരിടുന്ന അനുഭവം. ഇവിടെ മുറിയുകയാണ്, രണ്ടുപേരും രണ്ടാവുകയാണ്. ജീവിതത്തിൽ
കൂടുതൽ കുത്തി മുറിവേൽപ്പിക്കാനായിട്ട് ജീവിത പങ്കാളിക്ക് അസാമാന്യ കഴിവുണ്ട് കേട്ടോ. കാരണം എവിടെയാണ് ഈ വീക്ക് പോയിൻറ്റ്സ് എന്നുള്ളത് ജീവിത പങ്കാളിക്ക് നന്നായി അറിയാം. മറ്റാരേക്കാൾ കൂടുതലും ജീവിത പങ്കാളിക്കറിയാം എവിടെയാണ് ശരിക്കും മുറിവേൽപ്പിക്കേണ്ട സ്പോട്ടെന്ന് അറിയാം. അതിനെ തൊട്ടുകൊണ്ട് പറഞ്ഞാൽ മതി. അങ്ങനെ മുറിവേൽപ്പിക്കുന്ന ഒരു രീതി, പരസ്പരം തോൽപ്പിക്കുന്ന ഒരു രീതി. ഭാര്യയ്ക്ക് ഭർത്താവിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല, ഭർത്താവിന് ഭാര്യയും തോൽപ്പിക്കാൻ സാധിക്കില്ല. അവർ രണ്ടുപേരുമേ തോൽക്കുകയുള്ളൂ. അതാ മനസ്സിലാക്കേണ്ടത്. ഒരുമിച്ച് നിന്ന് ശക്തിയോടെ നേരിടേണ്ടത് മുറിക്കപ്പെട്ട് ബലഹീനമായി തീരുകയാണ്, ഇല്ലാതായി തീരുകയാണ്. വലിയ ശക്തി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി തീരേണ്ടത് ഏറ്റവും ബലഹീനമായി തീരുന്ന അവസ്ഥ. ദാരുണമാണിത്.